സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മെഷീൻ ഉപയോഗിച്ച് ഒരു ഫാബ്രിക്കിൽ എങ്ങനെ നമുക്ക് എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു 2 minutes ഉള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ഞാനൊരു ഫാബ്രിക്കിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, മെഷർമെൻറ്റ് എങ്ങനെ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം, പിന്നെ മെഷീൻ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം തന്നെ നമുക്കൊരു സിമ്പിളായിട്ടുള്ള ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും, നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ആദ്യം ഞാൻ ആ ഫാബ്രിക്കിൽ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അടുത്തതായിട്ട് ഞാൻ ചെയ്തത് എൻ്റെ കയ്യിലുള്ള ഫാബ്രിക്കിൽ ഞാൻ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം ഹൂപ്പ് ഫിക്സ് ചെയ്തു. അടുത്തതായിട്ട് എംബ്രോയ്ഡറി ഡിസൈൻ സെലക്ട് ചെയ്യാൻ പോവാണ് ഞാൻ. ഇവിടെ ഓൾറെഡി ഞാൻ USB ഡിസൈൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് USB ബട്ടൺ സെലക്ട് ചെയ്തു. അതിനുശേഷം EMBF എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഓപ്പൺ ആവും. അതിൽ നമുക്ക് 3 ഡിസൈൻസ് കാണാൻ പറ്റും. അതിൽ W2 എന്ന് പറയുന്ന ഡിസൈനാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ 2-3 സെക്കൻഡ് ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മുടെ ഡിസൈൻ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റത്തുള്ളൂ. അതിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ പറ്റും. അതിൽ 23 minutes നമുക്ക് ഡിസൈൻ ചെയ്യാൻ ആവശ്യമാണ്. പിന്നെ 4 കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഹൂപ്പിൻ്റെ സൈസ്, പിന്നെ കൂടാതെ നമ്മുടെ ഡിസൈനിൻ്റെ സൈസ് നമുക്കതിൽ കാണാൻ പറ്റും. അടുത്തതായിട്ട് ഞാൻ എംബ്രോയ്ഡറി മെഷീനിലെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യും. അതിനുശേഷം എംബ്രോയ്ഡറി മെഷീൻ ഓട്ടോമാറ്റിക്കലി അത് ഡിസൈൻ ചെയ്യാൻ തുടങ്ങും. ഈ കാണുന്ന ഡിസൈനാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടിയിരിക്കുന്നത് എനിക്ക്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും